ഹലോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈപ്പ് ക്ലീനർ കൊണ്ടിട്ട് ഒരു ലില്ലി ഉണ്ടാക്കിയില്ലേ? എന്നാൽ അതിന് സിമ്പിളായിട്ട് ഒരു പൂ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാലോ? ആദ്യം ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റി കഴിഞ്ഞിട്ട് അതൊന്ന് കൂട്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പേനയിൽ നിന്ന് അത് പുറത്തെടുക്കാം. എന്നിട്ട് അതിൽ ഏറ്റവും നീണ്ടിരിക്കുന്നത് നോക്കിയിട്ട് ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ. പരിപാടി പെട്ടെന്ന് കഴിയും. പിന്നെ ഓരോന്നും എടുത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, എന്നാലും ചെയ്ത് വരുമ്പോഴത്തേക്കും ശരിയാവും കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, നമുക്ക് പശേൻ്റെ ഒന്നും ആവശ്യം വരുന്നേ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പായില്ലേ? എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാവോ? അപ്പം ഞാൻ ഇതിന് മുന്നേ വേറെ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കിയായിരുന്നു കേട്ടോ. അത് ഞാൻ വഴിയെ കാണിക്കാവേ. ഇനി ഇതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേളൊക്കെ ഒട്ടിച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അതിനുവേണ്ടി വാങ്ങിയ പേളാണ് ഈ കാണുന്നത്. അങ്ങനെ അത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയാവുമെന്ന് എൻ്റെ മനസ്സെന്തോ പറഞ്ഞു. അപ്പം ശരി, ഒട്ടിച്ചാലോ? അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി തോന്നില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടായിട്ട് വെക്കാൻ തീരുമാനിച്ചു. അപ്പം എന്നോ കഴിച്ച് വെച്ച മരുന്നിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു, എങ്കിൽ പിന്നെ അതിട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്നും ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതിനകത്തിരിക്കുന്ന പല പൂവും പല ടൈപ്പ് ഓഫ് പൂവാണ് കേട്ടോ. അതിൽ വേറെ ടൈപ്പുള്ള പൂവ് ഉണ്ടാക്കിയപ്പോൾ തെറ്റി പോയത് കേട്ടോ. പക്ഷേ കണ്ടപ്പോഴത്തേക്കും എനിക്കിഷ്ടമായി, കാണാൻ കൊള്ളാമല്ലേ? അപ്പം ഇതിനും എളുപ്പമായിട്ടൊരു പൂ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.